ഹൈ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നേരത്തെ ഒരു ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഈ വീഡിയോ. ഇതിനകത്ത് ഞാൻ കൂടുതൽ കാണിക്കുന്ന ജേണലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാണ്ട എനിക്കിത് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരുമിച്ച് വെച്ചപ്പോഴത്തേനും അത്ര രസം എനിക്ക് തോന്നിയില്ല. കാരണം ഇതിൻ്റെ ഒരു മൂക്ക് വലുത് ഒരു മൂക്ക് ചെറുത് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും രസമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ചരട് ഇത് മാലയാണ് ആക്ച്വലി, പക്ഷേ എനിക്ക് അങ്ങനെ ഇടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ജേണൽ സപ്ലൈസ്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം അവൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് വന്നിട്ട് ഇതുണ്ട്, ഏതാ കാണിക്കുന്നത്, അതെ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ കാർഡാണ്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർന്ന് മൈ ഇല്ലേ, ഓ മൈ ഗോഡ്, സോറി. അപ്പോൾ ഇതിനകത്ത് എന്താണ് കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ, മേക്ക് യുവർ ഡ്രീംസ്, പിന്നെ ഐ നോ അത് രണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ വായിച്ചായിരുന്നു കേട്ടോ. വായിക്കണം ആഗ്രഹമുള്ളത് പോസ് ചെയ്യുക, എന്നിട്ട് വായിക്കുക. പിന്നെന്താ കുറേ സ്റ്റിക്കർ ബുക്ക്, ഇത് ഞാൻ ആ ജേണലിനകത്ത് കാണിച്ചിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ, പിന്നെ കാണത്തില്ലായിരിക്കും. അത് ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ട്. കണ്ടോ, ഒത്തിരി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ട് വെക്കാം. പിന്നെ വേണ്ട ഈ ഒരു പാണ്ടക്കുട്ടനെ കാണാൻ നല്ല ചന്തമില്ലേ. പിന്നെ അത് 2-3 നോട്ടെന്നൊക്കെ പറയുമ്പോൾ ജേണൽ ചെയ്യാനുള്ളത്. പിന്നെ വേണ്ട ഈ ഒരു യൂണിക്കോൺ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം, ആണെന്നാണ് തോന്നുന്നത്. അതാണ് ഈ സംഭവം. ഇത് രണ്ടെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള നല്ല ക്യൂട്ടായിട്ടല്ലേ കാണാൻ, നല്ല രസമാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബുക്ക്, ഇതാണ് ബുക്ക്. ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം ഉണ്ടാക്കിയാണ് കേട്ടോ. അവളിതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്. പിന്നെ ഈ ഒരു ബുക്ക് അവൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതും അവൾ ചെയ്ത ജേണലാണ്. പിന്നെ ഈ ജേണൽ ഞാൻ ചെയ്തതാണ്. അതിന് ശേഷം ഞാൻ വേറെ ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട് കേട്ടോ. പിന്നെ കുറേ വര പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സൈഡിൽ ഒട്ടിക്കത്തില്ല, അത് കൂട്ടി സാധനം. പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഈ പൂ എനിക്ക് എന്തിനാണുള്ള ഗിഫ്റ്റ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല, പിന്നെ ഞാൻ അവിടെ വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കുറേ എഴുത്തൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഏതാണ്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒട്ടിക്കണമെങ്കിൽ ഒരു വലിയ ബുക്ക് തന്നെ വേണം. അവൾ തന്നിരിക്കുന്ന ബുക്കിനകത്ത് ഒട്ടിക്കുവാണെങ്കിൽ ഒരൊറ്റ പേജ് ഫുള്ള് വേണം അത് ഒട്ടിക്കാനായിട്ട്. പിന്നെ വേണ്ട ബ്രൗണും കൊണ്ട് വരച്ചൊരു സംഭവം, പിന്നെ പിങ്കും കൊണ്ട് 2 എണ്ണം. ഒറ്റടിക്കൊക്കെ പിങ്കാണ്, ഒരെണ്ണം റെഡ് ഒരെണ്ണം പിങ്കും അങ്ങനെയാണ്. പിന്നെ ഇത് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ യെല്ലോ, ബ്ലൂ, ഗ്രീനും ഉണ്ട്. അത് ഗ്രീൻ ഞാൻ വെട്ടിക്കൂട്ടി വേറെ ജേണൽ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ കുറേ ബുക്കിൽ നിന്ന് കയറി എടുത്താണ്. കുറേ പടവും ഉണ്ട്, അതിൻ്റെ ഒപ്പം കുറേ റൈറ്റിങ്സും ഉണ്ട്. കുറേ ഞാനൊക്കെ യൂസ് ചെയ്തായിരുന്നു. ഇതൊക്കെ ഇനി വെട്ടിക്കൂട്ടണം. പിന്നെ ഇതെല്ലാം അതുകൂട്ട് ഒത്തിരി ഉണ്ട് ഗൈസ്. കണ്ടോ, ഒരിടത്ത് നമ്മൾ റൈറ്റിങ്സ് ആണെങ്കിൽ ഒരിടത്ത് പടവും റൈറ്റിങ്സ് അങ്ങനെയാണ്. പിന്നെ ഇത് അവൾ തന്നെ ജേണൽ ഉണ്ടാക്കിയിട്ട് ഒരു ബുക്കിനകത്ത് ഒട്ടിച്ചിട്ട് അത് കയറിയാണ് എനിക്ക് തന്നത്. ഇതാണ് ആ 2 എണ്ണം. പിന്നെ ഒരു ബ്ലൂവും കൊണ്ടുള്ളൊരു ഗ്രിഡ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ പച്ചയും മഞ്ഞയും കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ജേണൽ ചെയ്തിട്ട് മിച്ചം വന്ന സംഭവമാണ്. പിന്നെ ഇത് ബ്ലൂവും കൊണ്ട് എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ്. പിന്നെ ഇത് കുറേ ഒരു വലിയൊരു പേപ്പർ, അതിനകത്ത് മുഴുവൻ ഇങ്ങനെ വരച്ചിട്ട് ഇതിനോട് ചുരുട്ടിക്കൂട്ടി തന്നിട്ടുണ്ട്. ക്രൈ പേപ്പർ അങ്ങനെയാണ്ടാണ് അവളോട് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.